പൊടിപാറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് 2,32,000-ലേറെ വോട്ടേഴ്സാണ് വിധി എഴുതുന്നത്. സുരക്ഷയൊരുക്കാൻ പോലീസിനൊപ്പം അർദ്ധസൈനികരും നിലമ്പൂരിൽ സജ്ജരാണ്. നിലമ്പൂരിന്റെ പുതിയ MLA തിങ്കളാഴ്ച അറിയാം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സുതാര്യവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്നത് 263 ബൂത്തുകൾ. ഇതിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന 3 ബൂത്തുകൾ വനത്തിനുള്ളിലാണ്. 314 പ്രിസൈഡിംഗ് ഓഫീസേഴ്സും 975 പോളിംഗ് ഉദ്യോഗസ്ഥരുമടക്കം 1301 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ശക്തമായ വിന്യാസവും സംസ്ഥാനം മാവോയിസ്റ്റ് വിമുക്തമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും നിലമ്പൂരിനുണ്ട്. 263 പോളിംഗ് ബൂത്തുകളിലെ മെഷീനുകൾക്ക് പുറമെ 315 EVM-ഉം 341 VVPATകളും റിസർവ്ഡായും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മെഷീനുകൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് GPS ഘടിപ്പിച്ച വാഹനങ്ങളാണ് ബൂത്തുകളിലേക്ക് പോകാൻ ഒരുക്കിയിരിക്കുന്നത്. വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്, സെൻട്രൽ ഫോഴ്സിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ട്. നമുക്ക് 14 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വെബ്കാസ്റ്റിംഗും സജ്ജീകരിച്ചിട്ടുണ്ട്. 2,32,381 വോട്ടർമാർ. അവരെല്ലാവരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരും. ഓരോ വോട്ടർക്കും കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തി പരാതികളില്ലാതെ മടങ്ങാനാകണം. അതിനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.